ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, റിയൽമി 6ൻ്റെ. അതിൻ്റെ ക്യാമറ റിവ്യൂ ആണ്. ആ ഒരു വീഡിയോൻ്റെ കൂടെ ചെയ്തിട്ടില്ല, അതിൽ നിന്നെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ക്യാമറയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിന് നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല രീതിയിൽ ബ്ലറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മെഗാ പിക്സൽ വരുന്നത്, മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിളും പിന്നെ ഒരു പോർട്രേറ്റ് ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു മാക്രോ ലെൻസും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അധികം ബോറൊന്നും ഇല്ലാത്തൊരു ഡിസൈനാണ് ബാക്ക് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മോഡൽ ക്യാമറയോ അല്ല. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും അത്രത്തോളം എഫക്റ്റ് ആവില്ല ഈ ഒരു ഡിസൈനിൽ. ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്രോ ലെൻസാണ്. കാരണം അധിക ഫോണുകളിലും ഈ ഒരു മാക്രോ ലെൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്രത്തോളം ഒരു നല്ല രീതിയിലുള്ള ക്വാളിറ്റി മാക്രോ ലെൻസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കാണാം റെഡ്മീൻ്റെ ഫോണിലൊക്കെ. മാക്രോ ലെൻസ് കാരണം ഇപ്പം ഒരേ മോഡൽ ഒരേ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണുകൾക്ക് ഈ ഒരു മാക്രോ ലെൻസ് ഉണ്ടാകുമ്പോൾ മറ്റുള്ള കമ്പനികളും പൊതുവെ ആ ഒരു ലെൻസ് കൂടെ കൊടുക്കും. പക്ഷേ അതിൻ്റേതായ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ മാക്രോ ലെൻസൊക്കെ നല്ല പക്ക ഓക്കെയാണ്. അതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റ് പെട്ടെന്ന് തന്നെ ഫോക്കസ് ആവാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. ഫോക്കസ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോക്കസ് ഔട്ടാവുന്ന ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്ന ചെറിയ വസ്തുക്കൾ ഫോക്കസ് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് പോലെ ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ടാകും. ഒരു DSLR നിന്ന് എടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ബ്ലറിംഗ് ഒന്നും പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിളോട് കൂടിയിട്ടുള്ള സെൽഫി ക്യാമറയാണ് വരുന്നത്. ബ്യൂട്ടി മോഡ്, HDR മോഡൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. സെൽഫി ക്യാമറ ഇൻഫിൽഡ് ആയിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരു സെൽഫി ക്യാമറയാണ്. ഓപ്പോയുടെ പോലെ ഓവർ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള സെൽഫി ക്യാമറയാണ്. 64 മെഗാ പിക്സൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൂരെയുള്ളൊരു വസ്തുവിൻ്റെ ഫോട്ടോ എടുത്താലും സൂം ചെയ്യുമ്പോൾ യാതൊരുവിധ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 64 മെഗാ പിക്സൽ ആകുമ്പം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ ഒരു കഴിവും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മോർ ഓപ്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. ടൈം ലാപ്സ്, അൾട്രാ മാക്രോ വരുന്നുണ്ട്, സ്ലോ മോഷന്, പിന്നെ വരുന്നത് പ്രോ മോഡാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ISO, ഷട്ടർ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രോ മോഡ് അവൈലബിൾ ആണ്. അതുപോലെ പനാരമ മോഡ്, അതൊക്കെ സാധാരണ നോർമൽ എല്ലാ ഫോണിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മൾ 64 മെഗാ പിക്സലിൻ്റെ ആ ഒരു മോഡൽ ഇട്ടിട്ടാണ്. ആ ഒരു വേറെ തന്നെ ഓപ്ഷനാണ് 64 മെഗാ പിക്സൽ എന്ന് താഴെ എഴുതിയിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ കളറിങ്ങും ഒക്കെ ആയിട്ടാണ് വരുന്നത്. 119 ഡിഗ്രി അൾട്രാ വൈഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രൈസിൽ വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഫോണായിരിക്കും റിയൽമി 6 എന്ന് പറയുന്നത്. അൾട്രാ വൈഡ് ആംഗിളും അതുപോലെ തന്നെ സ്ലോ മോഷനിൽ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഫോണിൽ. എഡിറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെ അവർ റിയൽമിയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫോർ നിങ്ങൾക്ക് ഇത് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1080 60 ഫ്രെയിമിലും ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിൽ വീഡിയോ.
ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ടിംഗ് അല്ല, 1080 ആണ്. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നൈറ്റ് മോഡിൽ എടുത്ത ഫോട്ടോസും അത് ആഡ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് ടൈം മാത്രമാണ് ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയത്, അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.